അവകാശികരങ്ങൾ ജീവിതത്തിൽ തോലന്റെ നേട്ടം ഉണ്ടായിരുന്നുവെന്ന് അപഗ്രഹിച്ച നോക്കിയിൽ നിന്നും നമുക്ക് മനസ്സിലായി. ഇതൊരു ക്ലാസ് റൂമാണെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം നിങ്ങളിത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഞാനൊരുത്തിന് ഇവിടെ നിൽപ്പുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ പരസ്പര ധാരണയിന്മേലാണ് ഈ ക്ലാസിന്റെ പരിശുദ്ധി നിലനിൽക്കുന്നത്. ഇരിക്കൂ. സൈലൻസ്, സൈലൻസ് പ്ലീസ്. അപമാനശതങ്ങളെ അതിജീവിച്ച് അവയെ തന്റെ ആയുധമാക്കിയ തോളിന്റെ പേരിന് പിന്നിൽ അടിസ്ഥാനപരമായ ചില സത്യങ്ങളുണ്ട്. നമ്മുടെ കോളേജ് ആനിവേഴ്സറി എല്ലാ കൊല്ലത്തുകളും പൊടി പിടിപ്പനായിരിക്കും. ഇക്കൊല്ലവും നമ്മുടെ ബീനയും തങ്കവും പാടുന്നുണ്ട്. എല്ലാത്തിലും ഉഗ്രം പരിപാടി അതായിരിക്കും. ഈശ്വരൻ അറിഞ്ഞുകൊണ്ട് അവർക്കൊരു പ്രത്യേക കഴിവ് കൊടുത്തിരിക്കും. അടുത്തതായി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ കോളേജിന്റെ അഭിമാനമായ ബീനയും തങ്കവും പാടുന്നതാണ്. ഒരു സ്വപ്നത്തിൻ പവിഴദ്വീപിൽ ഒരു ഗാനത്തിൻ ചിറകിൽ ഒരു സ്വപ്നത്തിൻ പവിഴദ്വീപിൽ ഒരു ഗാനത്തിൻ ചിറകിൽ ഒരുമിച്ചൊരുമിച്ചൊഴുകും നമ്മൾ നിർവൃതി തൻ കതിർനാളങ്ങൾ ദാഹമോഹ നാദങ്ങൾ ഒരു സ്വപ്നത്തിൻ പവിഴദ്വീപിൽ ഒരു ഗാനത്തിൻ ചിറകിൽ നമ്മൾക്കെന്നും ഓരാനന്ദ താളം ഒരു സ്വപ്നത്തിൻ പവിഴദ്വീപിൽ ഒരു ഗാനത്തിൻ ചിറകിൽ
കൺഗ്രാജുലേഷൻ. പാട്ട് വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ. ബീനെ, ബീനെ, ബോംബെയിൽ നിന്ന് വല്യേട്ടൻ കുറച്ച് പണം അയച്ചിട്ടുണ്ട്. നീ ആവശ്യപ്പെട്ടിരുന്നോ? തന്നെ നിന്റെ ഹോസ്റ്റൽ റെന്റ് ഞാൻ കൊടുത്തു. ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടല്ലേ? ആ, നിന്നോട് ഞാൻ കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. കൊടുക്കണ്ടായിരുന്നു. ഇപ്പൊ കൊടുത്തുപോയി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യും. എടി ബീന, നീ ഒരു ഭംഗിവാക്കും പറയണ്ട. എങ്കിലും ഒന്നുമില്ല. നീ എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നത് ബീന, സ്നേഹം കൊണ്ട് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടി കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയാത്തതിലാണ് എന്റെ വിഷമം. വീണേന്താ ഇവിടെ? താങ്കൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. വീണയുടെ അന്നത്തെ പാട്ട് വീണ്ടും കേൾക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ, എവിടെ നാട്? തിരുവല്ലായി കിഴക്കേ ഒരു നാട്ടിൻപുറമാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും 2 സഹോദരിമാരും ഉണ്ട്. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാ സാർ. കിടപ്പാടം വിറ്റാണ് പഠിക്കാൻ വന്നത്. അച്ഛനൊരു രോഗിയാണ്. ഞാൻ പഠിച്ച് പാസ്സായി വേണം കുടുംബം പോറ്റാൻ. പറ്റേ സാർ. വീണേ, എന്താ സാർ? ഒന്നുമില്ല. നന്നായിട്ട് പഠിക്കണം. പഠിക്കാം സാർ. പിന്നെ സാർ, ബീനെ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ആ, ഞാൻ വരട്ടെ. സാർ പറയാൻ വന്നത്? ഒന്നുമില്ല, വരട്ടെ. എന്താടി, കുഴപ്പമുണ്ടാക്കുമോ? ഓടി, നീ വളരെ നല്ല മനുഷ്യനാ. എന്നാൽ തീർന്നു. സൂക്ഷിച്ചു. നിനക്ക് നിന്റെ സീരിയസ് കാണാൻ സമയമായി. എനിക്ക് ആരെ കാണാൻ? ഓടി തന്നോ. ഒന്ന് വരാൻ. അതെ സാർ, ഹോസ്റ്റലിലുള്ളവരെല്ലാം ഇന്നാണ് പോകുന്നത്. സാർ പോകുന്നില്ലേ? ഞാൻ എവിടേക്ക് പോവാൻ? എനിക്ക് നാടും വീടും ഒന്നുമില്ല. സാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ സാർ. കാണാൻ നല്ല സ്ഥലമാണ്. സാറിനെ പോലുള്ളവർക്ക് എഴുതാൻ പ്രചോദനം കിട്ടും. ഒരു ദിവസം ഞാൻ അവിടെ വരും. സത്യം? സത്യം. നേരാണോ സാർ? എന്നാണ് സാർ? പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട്. അതിനിയും കുറേ ദിവസങ്ങളില്ലേ? അതുവരെ കാത്തിരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. ഇല്ല. ഞാൻ വരുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ പ്രചോദനം നേടാനോ അല്ല. ബീനയുടെ അച്ഛനെ കണ്ട് സംസാരിക്കാനാണ്. അച്ഛൻ കിടപ്പിലാണ് സാർ. അതെനിക്കറിയാമല്ലോ. സുഖമില്ലെങ്കിലും പറയുന്നത് കേൾക്കാനും സംസാരിക്കാനും കഴിയുമല്ലോ. കഴിയും. ഞാൻ വന്ന് അദ്ദേഹത്തോട് ചോദിക്കും, മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ ഇഷ്ടമാണോ? അതെ. പക്ഷെ അതിനു മുൻപ് എനിക്ക് മറ്റൊന്നറിയാനുണ്ട്. മകൾക്കിഷ്ടമാണോ എന്ന്. നീയൊരു വസന്തം എൻ്റെ മാനസ സുഗന്ധം, നീയൊരു
വസന്തം എന്റെ മാനസ സുഗന്ധം നിന്നെ കണ്ടാൽ കുളിരിനു പോലും നാണം വല്ലാത്ത നാണം നീ ഒരു വസന്തം എന്റെ മാനസ സുഗന്ധം ജന്മവും എന്റെ ഉള്ളിൽ നീ മന്ദഹാസമാ ഏണ നേർമിഴി മധുമാസരാഗമലർപ്പൂത്തു മണിവീണ ഗാനമഴ തൂകി മധുമാസരാഗമലർപ്പൂത്തു മണിവീണ ഗാനമഴ തൂകി നീ ഒരു വസന്തം എന്റെ മാനസ സുഗന്ധം കാറ്റിലാടുമീ കാട്ടുപൂവിലൻ മൂകമാനസം വീണലിഞ്ഞു പോ കാറ്റിലാടുമീ കാട്ടുപൂവിലൻ മൂകമാനസം ഒരു പൂവിലിന്ദുലത പോലെ മനതാരിൽ മോഹമണി പോലെ ഒരു പൂവിലിന്ദുലത പോലെ മനതാരിൽ മോഹമണി പോലെ നീ ഒരു വസന്തം എന്റെ മാനസ സുഗന്ധം നിന്നെ കണ്ടാൽ കുളിരിനു പോലും നാണം വല്ലാത്ത നാണം നീ ഒരു വസന്തം എന്റെ മാനസ സുഗന്ധം വായ്പന് അടക്കം കാണിച്ചിരുന്നു ഒന്ന് ഇങ്ങോട്ട് 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 അയ്യോ അയ്യോ അത് മതി അയ്യോ അയ്യോ എന്താ കാര്യം ഒന്ന് വേഗം പറയണം അവർക്ക് എന്തെങ്കിലും വിചാരിക്കും നമ്മുടെ ആൾ അതാ നിൽക്കുന്നു ആര് നമ്മുടെ കോളേജിലെ ഹീറോ ശരത് ഓ മറ്റേ കാര്യം ഇന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിനെന്താ നിസ്സാര കാര്യമില്ലേ അഡ്ജസ്റ്റ് ചെയ്യാം അയ്യോ കൊച്ചു കള്ളി ഇത് നേരത്തെ പറഞ്ഞൂടെയായിരുന്നു പക്ഷെ എനിക്കറിയാം നീ എന്നെങ്കിലും എന്റെ കുഴി വന്ന് ചാടുമെന്ന് ഇത് നേരത്തെ പറഞ്ഞൂടായിരുന്നു പണം എത്ര വാരിക്കോരി എടുക്കാമായിരുന്നു പക്ഷേ എനിക്കറിയാം ഈ പാതിന് സ്വല്പം ടൈറ്റ് ആണ് അതെ കുറച്ച് ടൈറ്റ് എന്നും ഇങ്ങനെ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എനിക്കത് പറ്റില്ല. എന്നെക്കാട്ട് കുറെ പേര് വീട്ടിലിരിപ്പുണ്ട്. ഞാനും നിന്റെ കൂടെ അവിടെ വരാം.
നിങ്ങളുടെ വീട്ടിലെ പശുത്തൊഴുത്തിനേക്കാളും കഷ്ടമാണ് എന്റെ വീട്. നീ ഒരു നിമിഷം പോലും അവിടെ താമസിക്കും. മോളെ യെസ് മദർ. വണ്ടി പുറപ്പെടാൻ നേരമായി. എടി പറഞ്ഞതുപോലെ വരണം കേട്ടോ. തീർച്ചയായും വരും തങ്കം. ആ വരൂ, റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാം. വാ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. മരുന്ന് കഴിക്കുന്ന കാര്യത്തിലും റെസ്റ്റ് എടുക്കുന്ന കാര്യത്തിലും അപ്പച്ചൻ ഉപേക്ഷ വിചാരിക്കരുത്. ശരി മോളെ, അപ്പച്ചന്റെ കാര്യത്തിൽ മോൾ ഒട്ടും വിഷമിക്കട്ടെ. എന്താ എല്ലാവരുടെയും മുഖം വല്ലാതിരിക്കുന്നത്? ഞാൻ അടുത്ത വെക്കേഷനിൽ വരില്ലേ? പോയിട്ട് വാ മോളെ, സൂക്ഷിച്ചു പോണം. അപ്പച്ച വരട്ടെ. ശരി മോളെ. ചേച്ചി വരട്ടെ. എന്നിട്ടും എങ്ങനോ ഞാനിവിടെ എത്തി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കും ആത്മഹത്യ ചെയ്യാവോന്ന് കൂടി ഞാൻ വിചാരിച്ചു തങ്കം. പിന്നെന്താ ചെയ്യാഞ്ഞത്? ഞാൻ എങ്ങനെ ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കും? സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. എന്തെല്ലാം മോഹങ്ങളായിരുന്നു, എല്ലാം ഒരു നിമിഷം കൊണ്ട്. നീ തകർന്നെന്ന് പറയരുത്. എനിക്ക് നിന്നെ വിശ്വാസമാണ്. തങ്കം, കോളേജിൽ പോയിക്കോളൂ. എന്താ പോകുന്നില്ലേ? എന്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു. ആകെ ഞാൻ തളർന്നു. എന്താ മരിച്ച വീട്ടിലെ ദുഃഖം പോലെ? ഓ, നാട്ടിൽ നിന്ന് വല്ല സംശയം കൊണ്ടുവന്നിരിക്കും. ശരി, ഞാൻ നിങ്ങൾക്ക് ശല്യമാവുന്നില്ല. ബൈ ദ ബൈ, പിന്നെ കാണാം. നീ ഒന്നും കഴിക്കാതെ ഉറങ്ങാതെയും കുളിക്കാതെയും ഇവിടെ കിടന്നാൽ ബേനി, നിന്റെ ദുഃഖം കാണുമ്പോഴും ഓർക്കുമ്പോഴും എന്റെ ഹൃദയം തകരുകയാണ്. ബേനി, എന്തെങ്കിലും നമുക്കൊരു മാർഗം കാണണം. എന്ത് മാർഗം? എന്നെ രക്ഷിക്കാൻ ഈശ്വരന് പോലും സാധിക്കില്ല തങ്കം. ഇങ്ങനെ കിടന്നാൽ ബേനി കൂടുതൽ ദുഃഖിക്കും. വരൂ ബേനി, വരൂ. ഗുഡ് മോർണിംഗ് സാർ. വീണയ്ക്ക് എന്ത് പറ്റി? ബീനയ്ക്ക് തീരെ സുഖമില്ല സാർ. ഡോക്ടർ വിളിപ്പിക്കട്ടെ വീണി? Yes, doctor. Nothing to worry. She is pregnant. Impossible. അവൾ സ്റ്റുഡന്റ് ആണ്, അവിവാഹിതയുമാണ്. Sorry, Mr. Srinivasan. അവൾ ഗർഭിണിയാണ്. നോ ഡോക്ടർ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? വൈദ്യശാസ്ത്രത്തെ എനിക്കും അവിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ബട്ട് ടേക്ക് ഇറ്റ് ഈസി, മിസ്റ്റർ ശ്രീനിവാസൻ. ഇക്കാലത്ത്
ഇതുമാതിരി കേസുകൾ സർവ്വസാധാരണമാണ്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. വല്ലതും ചെയ്യാൻ നോക്കും. എന്നാലാവത് ഞാനും ചെയ്യാം. രാവിലെ കാര്യമായിട്ടെന്തോ കഴിച്ച മട്ടുണ്ടല്ലോ, പക്ഷെ ഇത് അടുത്ത കാലത്തൊന്നും ദഹിക്കത്തില്ല. മകരപ്പൗർണമി വന്നോട്ടെ, ബിയക്കാരി ബീനാമ്മയ്ക്കൊരു വൈകിളി ഒന്ന് പിറന്നോട്ടെ, വേണ്ടിനിയാരെ ചേർക്കണ്ട ഇവളുടെ പരമ്പര മതിയാകും. മാസപരാറ് കഴിഞ്ഞോട്ടെ, മകരപ്പൗർണമി വന്നോട്ടെ, ബിയക്കാരി ബീനാമ്മയ്ക്കൊരു വൈകിളി ഒന്ന് പിറന്നോട്ടെ. എന്ത് പറ്റി? ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരും. ഈ പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ എന്തിനാ വെറുതെ ഉപദ്രവിക്കുന്നത്? എത്ര മനോഹരമായ ഒരു വയറ്, അതിങ്ങനെ വികൃതമായി. വിവരം പഠിക്കുന്ന കഴുതനെ പോലെ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നമ്മുടെ ചരക്കലടാ വരുന്നത്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കൂടെ നമ്മുടെ തങ്കമുണ്ട്, എനിക്ക് അവളെ കിട്ടിയാൽ മതി. ഗർഭിണിയാണെങ്കിൽ എനിക്ക് പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് ഗവനിക്കാൻ കൂട്ടുകാരിയോടൊന്ന് പറ. മാനേഴ്സോടുകൂടി പറയണം. മാനേഴ്സോ? അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അതിരിക്കട്ടെ, ഇതിനകത്ത് ആരുടേതാണെന്ന് ഞങ്ങളോടും കൂടെ ഒന്ന് പറ. എടാ, ആ ശരത്ത് ആള് ഭയങ്കരനാണ്. അവൻ വിചാരിച്ചാൽ കാര്യം ഉടനെ നടത്തും. ആ ഡാഫർ കോമളൻ കൂടെ ഉള്ളിടത്തോളം കാലം അവൻ ഈ കാര്യത്തിൽ പഞ്ഞമില്ല. അവനായിരിക്കില്ലടാ. ആ ശ്രീനി സാർ വരവെച്ച് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചതാ ഈ കേസ് ഡേഞ്ചറായി തീരുമെന്ന്. നിങ്ങൾക്കൊന്നും സഹോദരിമാരില്ലേ? സഹോദരത്തിൽ ജനിച്ചവൾ സഹോദരി. ചിരിക്കരുത്. നിങ്ങളുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യും. നാണം കെട്ടവർ. വരൂ ബെന്നി. Yes, come in. കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ? അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അവളോട് അല്പം കരുണ കാണിച്ചൂടെ സാർ? ഗർഭിണിയായ ആ പെൺകുട്ടി ഈ കോളേജിന്റെ അപമാനമാണ്. ഒരിക്കലും അവൾ ഈ കോളേജിന്റെ അഭിമാനമായിരുന്നു. തർക്കിച്ചതുകൊണ്ട് കാര്യമില്ല. ഒരു എക്സ്ക്യൂസ് കൊടുത്തൂടെ സാർ? നെവർ. അവളെ ഡിസ്മിസ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കോളേജ് ട്രസ്റ്റിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. അപ്പോ സാറിനുള്ള അധികാരത്തിന് ഒരു വിലയുമില്ലേ? മിസ്റ്റർ ശരത്ചന്ദ്രൻ, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട. ഇടപെടാതിരിക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്കൊരു ഹൃദയമുണ്ടായിപ്പോയി. അത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ തിരുത്തിയില്ല. ശരത്, what you say? ബീന അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല സർ. ബീനെ, 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 നീ അറിഞ്ഞോ? നമ്മുടെ സീനി സാറ് റിസൈൻ ചെയ്തു പോയി. ബീനെ, ബീനെ, നീ കരയരുതെന്ന് ഞാൻ പറയില്ല. കരയൂ, ഉറക്കെ കരയൂ. മനസ്സിന്റെ ഭാരമെങ്കിലും അല്പം കുറയട്ടെ. ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിവിടെ താമസിക്കും. നാളെ രണ്ടുപേരും കാണില്ല. എനിക്ക് വേണ്ടി എന്തിനാണ് നീ നിന്റെ ഭാവി ചീറ്റാക്കുന്നത്? മീന എന്തു പറഞ്ഞാലും ഇപ്പോൾ ഞാൻ അനുസരിക്കില്ല. ദുർവാശി കളയൂ തങ്കം. പറഞ്ഞു കഴിഞ്ഞു. എങ്കിലൊന്ന് പറയാം. ഞാൻ എന്റെ വീട്ടിലേക്കാ പോകുന്നതെങ്കിൽ നിന്നെയും കൊണ്ടുപോകും.
ഞാൻ വരില്ല, ഒരിക്കലും വരില്ല. എന്നെ അവനെ നിർബന്ധിക്കുകയും ചെയ്യരുത്. നമുക്ക് രണ്ടുപേർക്കും കൂടി നിന്റെ വീട്ടിലേക്ക് പോകാം. അത് വേണ്ട. പിന്നെ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. എനിക്ക് എന്നെ ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. തങ്കം, നിന്നെ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത്. നീ ഒറ്റയ്ക്ക് ഞാൻ വിടൂല്ല. എന്താ ആള് മരിച്ചോ? ഇല്ലില്ല, പിടി ആസ്പത്രിയിൽ കൊണ്ടുപോവാ. പ്രിയമുള്ള തങ്കം, ഞാൻ എങ്ങോട്ടുമില്ലാതെ പോവുകയാണ്. കാരണം ഈ കത്ത് വായിക്കപ്പോഴേക്കും ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കും. എന്നോട് ക്ഷമിക്കും എന്ന് ബീന. എന്റെ ബീന, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള എന്റെ പദ്ധതികളെല്ലാം നീ തകർത്ത് കളഞ്ഞല്ലോ. ബീന, ബീന. എന്റെ ബീനമോള് വന്നില്ലേ? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അവൾ വരാതിരിക്കില്ല. പല സ്ഥലത്തേക്കും ആളെ അയച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ ബീനമോളെ എനിക്ക് കാണാൻ കഴിയില്ലേ? അവള് വരില്ല, അവളെ എനിക്ക് കാണാൻ കഴിയില്ല. ഒന്ന് സമാധാനമായിട്ടിരിക്കും, അവൾ തീർച്ചയായും വരും. എന്റെ ബീനമോളെ കണ്ടില്ലേ? ഇല്ല, ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ സ്ഥലമൊന്നുമില്ല. കോളേജ് വിട്ടതിന് ശേഷം ബീനെ ആരും കണ്ടിട്ടില്ല. എന്റെ ബീനമോളെ കണ്ടില്ലേ? എന്റെ ബീനമോള് വന്നില്ലേ? മോളെ,
ഭ്രാന്തം പോയി കിടക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടു ഭ്രാന്തി. പ്രസാദ്, പ്രസാദ്, എന്താണ് നീ ഇവിടെ ഉണ്ടായിട്ട് മിണ്ടാതെ നിൽക്കുന്നത്? താഴെ നോക്കാൻ പിടിക്കാൻ ആളുണ്ടെന്ന് കരുതി. ബർത്ത്ഡേ എന്നും പറഞ്ഞ് നാട്ടിലുള്ള ആളുകളെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് അവൻ എവിടെ പോയി? സമയം ഒരുപാടായി. ആളുകൾ എന്ത് വിചാരിക്കും? അവൻ ഇതുവരെ എത്തിയില്ലേ? അച്ഛൻ ആകെ വിഷമിച്ചിരിക്കുക. രാജൻ എവിടാണെന്ന് നീ പോയി നോക്കൂ. എല്ലാരും അവനെ കാണാൻ കാത്തിരിക്കുക. അവൻ എവിടെ പോയിരിക്കാനാണ് വഴി? ശരി, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഒന്ന് വേഗം വരൂ. Happy birthday to you. Happy birthday to you. Come on, come on. Sit down. Sit down. രാജൻ, രാജൻ, നീ കാണിക്കുന്ന എന്താണ്? കണ്ടുകൂടെ? ഇത് അഹങ്കാരമല്ലേ? അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് ഇങ്ങനെ നശിപ്പിച്ചു കളയാനാണ്. ഞാൻ ചിലവഴിക്കുന്നതിൽ നിനക്കിത്ര ബന്ധമെന്താ? അറിയണമല്ലേ? ഇങ്ങനെ ഒരു പാർട്ടി നടത്താൻ ഒഴിഞ്ഞ കോണിൽ വന്നപ്പോൾ ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്നു. നീ എന്റെ അനിയനായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. എടാ, നിനക്ക് വേണ്ടി വീട്ടിലെല്ലാവരും കാത്തിരിക്കുന്നു. അതുകൊണ്ട് നിന്നെയും കൊണ്ടേ ഞാൻ പോകും. ഓഹോ, എന്നെയും കൊണ്ടേ പോവുകയുള്ളൂ? അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് നീ വരുന്നോ? പോടാ തെണ്ടി. എടാ, അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഭ്രാന്തിയാണെന്നും പറഞ്ഞ് അവന്മാർ ഈ സ്ത്രീയെ കൊല്ലുമായിരുന്നു.
ഇവരെന്തിനാ കാണുന്ന കുഞ്ഞുങ്ങളെ എല്ലാം എടുത്തോണ്ട് ഓടുന്നത്? അതുകൊണ്ടല്ലേ ഈ വയ്യാവേലി എല്ലാം സംഭവിക്കുന്നത്. അതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് ഇവരുടെ മൈൻഡ് ചേഞ്ച് ആവും. 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഞാൻ പഠിച്ചിരുന്ന കോളേജിലെ അഭിമാന നക്ഷത്രവും സൗന്ദര്യ റാണിയുമായിരുന്നു. പഠിപ്പിൽ ഇവരെ ജയിക്കാൻ അന്ന് ആ കോളേജിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർക്ക് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഞാനും അതാണ് ആലോചിക്കുന്നത്. അന്ന് ഇവർ കോളേജിൽ വെച്ച് അവിഹിത ഗർഭം ധരിച്ചു എന്ന് മാത്രം എനിക്കറിയാം. ഒരു രാത്രി ആരും അറിയാതെ ഹോസ്റ്റലിൽ നിന്ന് ഒളിച്ചോടി. അതിനുശേഷം ഇവരെപ്പറ്റി ഒരു വിവരവുമില്ലായിരുന്നു. ഇവർ ഈ നിലയിൽ നശിച്ചു പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എല്ലാ ഈശ്വര നിശ്ചയം. ശരി, നീ അകത്ത് പോയി എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കൂ. മയക്കം തെളിഞ്ഞോടെ കൊടുക്കാം. ശരി. ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് ചെലവിന് കൊടുക്കണമെന്ന് വന്നാ ഭാര്യമാരുടെ സ്ഥിതി എന്തോ? അതിന് ഭാഗ്യം ഞാൻ ഈ പാച്ചൻ സ്ത്രീധനക്കാശ് കൊണ്ട് ഒരു കച്ചവടം തുടങ്ങിയപ്പോഴേ ആങ്ങളെയും പെങ്ങളും തലേ കയറാൻ തുടങ്ങിയതാ. എന്റെ കുഞ്ഞാങ്ങളെ പറ്റി പറ്റും പറഞ്ഞാലുണ്ടല്ലോ. ഞാനിപ്പൊ പറയുന്നൊന്നും നിനക്ക് പിടിക്കില്ല. ഇവരുടെ കാര്യം എത്രയാ? രണ്ടും കൂടെ ചേർത്ത് 1.85. ഓ ചില്ലറയില്ല. പിന്നെ തിന്നടി തിന്ന്. ഒടുവിൽ എന്നെയും കൂടെ ഒന്ന് തിന്നോണം. കരാറുണ്ടായിരുന്നില്ലേ? പിന്നെ കരാറും പ്രകാരം ഒന്ന് നടക്കുമെന്ന് വന്നാ ഭാര്യക്ക് ചെലവിന് കൊടുത്തിട്ടുള്ള ഏതൊരു ഭർത്താവാണ് തെണ്ടിട്ടുള്ളത്? അത് ചോദ്യം. പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് പോയാലുണ്ടല്ലോ ഒടുവിൽ ഞാൻ തെണ്ടും. നോക്കേ, ആവണ പോലെ കിടക്കുന്ന എന്റെ ഈ വയറൊന്ന് കറിയുന്നതിനാണോ നിങ്ങൾക്ക് ഇത്ര സങ്കടം? തെറ്റ്. അതാണ് എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ്. എങ്കിൽ ആ തെറ്റിപ്പോ അങ്ങ് തിരുത്തിയോ. ഞാൻ എന്റെ വീട്ടിൽ പോയേക്കാം. എനിക്കുണ്ടായിരുന്ന സ്വർണ്ണം ഒരുപടിയല്ല എന്റെ സ്ത്രീധനത്തോടെ ഇപ്പൊ തരണം. അയ്യോ എന്റെ മാധു, നീ പിണങ്ങാനല്ല ഞാൻ പറഞ്ഞത്. നാളേക്ക് വേണ്ടി നമ്മൾ ഇന്നേ കരുതണ്ടേ. എനിക്ക് അങ്ങനെ പട്ടിണി നടന്നുകൊണ്ട് കരുതാനൊന്നും വയ്യ. പിന്നെ നീ പട്ടിണി കിടക്കുക ഞാനുള്ളപ്പം. അതിന് നിന്നെ ഞാൻ കിടത്തു ചേല. വേണ്ട വേണ്ട വേണ്ട, അങ്ങോട്ട് മാറി എന്നേച്ചാൽ മതി. അങ്ങനെ ഇപ്പൊ ശൃംഗാരം വർത്താനൊന്നും പറയണ്ട. എനിക്കിപ്പൊ പോണം. എന്റെ കുഞ്ഞപ്പിയേ ചേച്ചി, ഞാൻ ഇപ്പൊ വരാം. ഈ ഗ്ലാമോർ ഒന്ന് വരുത്തിക്കോട്ടെ. മാധു, എന്നെ കളഞ്ഞിട്ട് നിനക്ക് പോകണോ? എനിക്ക് പോണം. എനിക്ക് ഇപ്പൊ പോണം. എനിക്ക് നിങ്ങളെക്കാളും നല്ല ഒരുത്തനെ നിനക്ക് കിട്ടും. പക്ഷെ എനിക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിട്ട് വിടുകയുമില്ല. എന്നെ വിളിച്ചോ? എടാ കുഞ്ഞപ്പി, നിന്റെ പെങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു മട്ടാണല്ലോടാ. ഇങ്ങനെ തന്നെ കഴിയണമെന്നാണോ അറിയാൻ വിചാരിക്കുന്നത്? അത് നടക്കത്തില്ല. ഇവിടെ ഇപ്പൊ എന്തുവാ കുഴപ്പം? ഇവിടെ ഇത് തന്നെ കുഴപ്പം. ഓ എന്റെ പൊന്നു മാധു, നീ എന്നോടൊന്നങ്ങ് ക്ഷമിക്കടാ. ക്ഷമിക്കൊന്നും വേണ്ട ചേച്ചി. നമുക്ക് സിനിമയിലോട്ട് അങ്ങ് കയറാൻ പോകാം. എന്റെ മാധു അല്ലേ. ഇനി മേലെ ആഹാരകാര്യത്തിൽ ഇങ്ങനെ ഇടപെടുവോ? ഇല്ല, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചു. ഇച്ചേ അങ്ങ് ഡൗൺ ആയല്ലോ. മോനെ, നീ എപ്പോഴും കൂനി കൂടിയിരുന്ന് എഴുതുന്നത് അച്ഛൻ ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അറിഞ്ഞുകൂടെ? എത്രയോ തവണ അച്ഛനത് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഇത് കോളേജ് ഫെസ്റ്റിവലിനുള്ള നാടകമാണ്. ഇതെങ്ങനെ അച്ഛൻ കണ്ടുകൊണ്ട് വന്നാൽ? അങ്ങനെ പേടിച്ച് എന്റെ തത്വവാസന ഞാനായിട്ട് നശിപ്പിക്കണം. എന്തോ എനിക്കറിഞ്ഞൂടാ. ചില നിമിഷങ്ങളിൽ എനിക്ക് എഴുതാതെ ജീവിക്കാൻ വേണം തോന്നി. അപ്പോ അതൊന്നും ഈ അമ്മയ്ക്ക് മനസ്സിലാവില്ല. അയ്യോ, നിന്റെ അച്ഛൻ വന്നു. മാധവി, മാധവിക്കുട്ടി, നിന്റെ പാച്ചൻ ഇവിടെ ഇല്ല അല്ലേ? എന്തോ വേണം? അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിള്ളച്ചേട്ടന്റെ ദുർവിചാരം മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അത് കള. അതിനുള്ള അംഗീകാരം എനിക്കില്ലേ?
പക്ഷേങ്കി ഈയിടെയായിട്ട് മാധവക്കുട്ടിയുടെ മുഖത്ത് ഒരു പ്രത്യേക കലയുണ്ട്. അയ്യോ, പിള്ളപ്പെടുന്നത് എങ്ങനെ മനസ്സിലായി? ഹസ്തരേഖാ ശാസ്ത്രത്തിലും മുഖലക്ഷണത്തിലും ശരീരലക്ഷണത്തിലും അപാരമായ ജ്ഞാനമായിരിക്കുള്ളൂ. അങ്ങനെ വെറുതെ ഒന്നും പറയാൻ ഒക്കത്തില്ല. ഞാൻ കാശ് മുടക്കി കഷ്ടപ്പെട്ട് പഠിച്ചതാ. ഞാൻ പറഞ്ഞാൽ പച്ചലയും കത്രിയും പോലെ തന്നെ ഇരിക്കും. ഒന്ന് വേഗം നോക്കി പറഞ്ഞേട്ടാ. എന്റെ കാശിനിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നാലോ? വന്നാലിപ്പെന്തോ മറ്റാരും ചെയ്യാത്താണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. കൈ മാത്രം നോക്കിയതുകൊണ്ട് എല്ലാം ഒന്നും പറയാൻ ഒക്കത്തില്ല. എനിക്ക് പ്രധാനമായിട്ടും കാണേണ്ടത് നിന്റെ ശരീരലക്ഷണമാണ്. ആ ശരീരലക്ഷണം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ പാചനങ്ങാനും വന്നാൽ എന്റെ ലക്ഷണം എല്ലാം പൊട്ടും. പിന്നെ അങ്ങനെ തെറ്റാണെന്നും തോന്നില്ല. ചേട്ടൻ നിന്റെ കൈ നോക്കിക്കും. ആട്ടെ, നിന്റെ ജന്മനക്ഷത്രം എന്തോന്നാ? ചോദി. അത്തൻ ചിത്തിരെ ചോദി. അതെ. മാധവി ചോദി. ഉത്തരയായ ഒരു പെണ്ണിന്റെ ജന്മനക്ഷത്രമാണ് ചോദി. നിന്റെ 7 ശനി ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. മരണം വരെ സംഭവിക്കാമായിരുന്നു. ആ സമയത്താണ് നിന്റെ വിവാഹം നടക്കുന്നത്. അത് നേരാ. മരിച്ചതിന് തുല്യമാണ് ഇവിടെ കഴിയുന്നത്. നിന്റെ ഇപ്പോഴത്തെ ഈ ദശയിൽ കൂടെ ഗുളിയൻ കടന്നു പോകുമ്പോൾ നിന്നിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. ആ സമയത്ത് ഒരേ ഒരു ചിന്തയായിരിക്കണം. നിന്റെ ഭാഗ്യരേഖ ശുക്രമണ്ഡലത്തിലേക്ക് പോകുന്ന കണ്ടിട്ട് നിനക്കൊരു മാണിക്യത്തിന്റെ ഭാഗ്യമുണ്ട്. മാണിക്കോ? എനിക്കോ? എനിക്കത് കിട്ടിയ ഒരിക്കലും ഞാൻ പിള്ളച്ചേട്ടനെ മറക്കില്ല. അതെ, എനിക്കറിയാം. എന്റെ കൊച്ചു മാധവിക്കുട്ടി ഭാഗ്യരേഖ നടക്കുമ്പോൾ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നശിപ്പിക്കാൻ മാത്രമല്ല നിങ്ങളെ കൊണ്ട് കഴിയൂ. എന്റെ ഹൃദയത്തിലും രക്തത്തിലും അലിഞ്ഞേർത്ത് നശിപ്പിക്കാൻ ആരൊക്കെ വിചാരിച്ചാലും സാധ്യമല്ല. അനുസരിക്കാൻ ഭാവമില്ലെന്നർത്ഥം അല്ലേ? ഇടാ, നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ കഴിവുള്ളതാണ് ഞാൻ. അയ്യോ, ശത്രുക്കളെ പോലെ രണ്ടുപേരും സംസാരിക്കരുത്. ആരെങ്കിലും കേട്ടോണ്ട് വന്നാൽ. കേൾക്കണം. കേൾപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പറഞ്ഞത്. കേൾപ്പിക്കേണ്ട എന്റെ കടമയാണ്. നിന്റെ വേലയൊന്നും ഇവിടെ നടക്കില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ എന്ത് നടക്കണം, എങ്ങനെ നടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഞാനാണ്. ഞാൻ മാത്രമാണ്. എനിക്കെതിരായ ഒരു ശബ്ദം പോലും ഇവിടെ ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. എന്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറമായാൽ ധിക്കരിച്ചെന്ന് വരും. നീയോ? എന്നെ ധിക്കരിക്കാൻ നീയോ? ഹലോ ഡാഡി. അതെ, ആരോടാണെങ്കിലും പറയാനുള്ളത് ഞാൻ പറയും. അച്ഛനെ ധിക്കരിക്കാൻ മാത്രം നീ വളർന്നു. രാജാ, കാര്യമില്ലാതെ വഴക്കുണ്ടാക്കരുത്. എന്റെ അച്ഛൻ ഒരുത്തരുടെ മുമ്പിലും വാക്കുകളാൽ പോലും എതിർക്കപ്പെടുന്നത് ഞാൻ സഹിക്കില്ല. ആ അച്ഛൻ എന്റെയും കൂടിയാണ്. നീതീകരണമൊന്നും വേണ്ട, ഒന്ന് എതിർത്ത് നോക്ക്. നിനക്കുള്ള അത്രയും അധികാരവും സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. അധികാരം, അവകാശം തന്നെ മറന്നു. അവൻ അധികാരം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. എനിക്കതിനുള്ള അവസരമില്ലേ? നിനക്ക് എന്താ അറിയാനുള്ളത്? പ്രസാദേ, എങ്കിലൊന്ന് സമാധാനപ്പെട. ഇല്ലെങ്കിൽ സമാധാനിപ്പിക്കാൻ എനിക്കറിയാം. എന്നാലൊന്ന് സമാധാനിപ്പിക്കണം. നിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? നീ എന്റെ അനിയനായി പോയില്ലേ? അതറിഞ്ഞതുകൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ലടാ. അധികാരത്തിനും അവകാശത്തിനും വേണ്ടി വാളെടുക്കാൻ നീയാണ് അവർ പറയുമ്പോ ഈ ഒരു കൊച്ചു മേനൻ പോലും അല്ലടാ. ഞാൻ ഈ വീട്ടിൽ ആരുമല്ലേ? ഞാൻ എല്ലാം നശിപ്പിച്ചു. നീ പഠിച്ചവനല്ലേ, വിവരമുള്ളവനല്ലേ, ബുദ്ധിമുട്ടും കാണിക്കരുത്. നീ എന്നെ നശിപ്പിക്കരുത്. നിന്നെ ഞാൻ കൊല്ലാൻ മടിക്കില്ല. തോക്കെടുത്തത് കൊല്ലാനാണെങ്കിൽ മരിക്കുന്നത് ഞാനായിരിക്കും. അല്ലാതെ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ എന്റെ മകന്റെ ശരീരത്തിൽ ഒരു പിടി മണ്ണ് വാരിയിടാൻ ഞാൻ അനുവദിക്കില്ല. വെക്കണം പിടി. അമ്മേ, തടസ്സം പിടിക്കാതെ. മക്കളെ രണ്ടുപേരെയും രണ്ടായി കാണുന്ന അച്ഛന്റെ കൈ കൊണ്ട് തന്നെ മരിക്കുന്നത് എനിക്ക് സന്തോഷമാണമ്മേ. അച്ഛൻ
ഇത് വേണമായിരുന്നു, ഇത്രയും വേണമായിരുന്നു അച്ഛ. എന്നെ സ്നേഹിച്ചെന്ന കുറ്റത്തിൽ അവനെ ശിക്ഷ അനുഭവിക്കാനിടയായി. മക്കളെ സ്നേഹിക്കുന്ന ഒരു കുറ്റമാണെന്ന് നൊന്ത് പ്രസവിച്ച ഈ സ്ത്രീ അറിഞ്ഞിരുന്നില്ല. നിന്റെ പ്രസംഗം ഇനി ഞാൻ അച്ഛനൊരു പ്രായമാവില്ല. രണ്ടുപേരും ജീവിച്ചിരിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ തോന്നുന്നത്. നമുക്കറിയാതെ അവന്റെ ഒരച്ഛൻ വിളിച്ചോ? ആ തങ്ങമണി, നമുക്കുള്ള എല്ലാ സ്വത്തും രാജന്റെ പേർക്ക് എഴുതി വെക്കാൻ വക്കീലിനോട് ഞാൻ ഇടപാട് ചെയ്തിട്ടാണ് പോകുന്നത്. അവൻ എന്റെ മകനാണ്. എല്ലാവിധ സുഖസൗകര്യങ്ങളും കൂടി അവൻ ജീവിക്കണം. അതാണ് എന്റെ ആഗ്രഹം. അവൻ സന്തോഷമായി ജീവിക്കുന്ന കാണുന്നത് നമുക്ക് സന്തോഷമല്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാനാ? നിനക്കും സമ്മതമാണെന്ന് എനിക്കറിയാം. എനിക്ക് സമ്മതമല്ല. എന്തുകൊണ്ട്? പ്രസാദിനുള്ള അവകാശങ്ങൾ കഴിഞ്ഞ് രാജനിവിടെ അവകാശങ്ങളുള്ളൂ. അത് നിന്റെ അഭിപ്രായം. പക്ഷേ ഞാൻ മാനിക്കുന്നില്ല. മാനസിക ഐക്യത്തിന്മേലാണ് കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ്. നിന്റെ ആ ധാരണകളെല്ലാം തെറ്റാണ്. നിങ്ങളായിട്ടത് മാറ്റാൻ ശ്രമിക്കണ്ട. നീ എന്താ തങ്കമണി വെറും കൊച്ചുകുട്ടികളെ പോലെ? പ്രസാദിനുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ. ഓഹോ, കൊടുക്കില്ലെന്ന് പിടിവാശിയാണല്ലേ? അതൊഴിച്ച് മറ്റെന്ത് കാര്യം പറഞ്ഞാലും ഒരുപക്ഷെ ഞാൻ അനുസരിച്ചെന്നിരിക്കും. തങ്കമണി, ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നാളെ മുതൽ ഈ വീട്ടിലുള്ള എല്ലാ അവകാശങ്ങളും രാജനുള്ളതായിരിക്കും. മനസ്സിലായല്ലോ? എന്തെങ്കിലും പണി ജോലിയൊന്നും ഇവിടെ ഇല്ലടോ. ആഹാരത്തിനുള്ള വക മതി സാർ. പോണം പോണം, പണിയൊന്നുമില്ല, പോ. അവൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രമാത്രം പണമാണ് ചിലവാക്കി കളഞ്ഞത്. ഇതിനൊക്കെ ചിലവെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാജനും ഒരാണല്ലേ, നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് അവന് ചെലവ് ചെയ്യാനല്ലേ. ഇങ്ങനെ ചെലവാക്കിയാൽ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. യെസ് ഡാഡി. ഇത് ഒരു വീടാണ്. എന്റെ വീടാണ്. നിന്റെ അച്ഛനും അമ്മയും ഉൾക്കൊള്ളുന്ന വീട്. സാധാരണ വീടെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും ചേർന്നതാണ്. ഇതൊരു പെണ്ണ്. മനസ്സിലായി. ഷീ ഈസ് മൈ ഗേൾഫ്രണ്ട്. പേര് ഗെറ്റി ഫെർണാണ്ടസ്. സി ഡാഡി, കം ഓൺ ഡാർലിംഗ്, കം ഓൺ. കഴുത ചിലപ്പോൾ കുതിരയെയും പ്രസവിച്ചേക്കാം.
ഈ പെണ്ണുങ്ങളെയൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്നത്? രാജൻ, ഈ ഇൻസൾട്ടിംഗ് ഒന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്റെ അച്ഛനുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മോനെ, ഈ കാര്യത്തിൽ അച്ഛന്റെ ബുദ്ധി കുറച്ച് പുറകോട്ട്. സോറി ഡാഡി, ഞാനൊരു യുവാവല്ലേ. വല്ല പെണ്ണുങ്ങളോടും ഒപ്പം ലോഡ്ജുകളിലും പൊതുസ്ഥലങ്ങളിലും വെച്ച് സംസാരിച്ചാൽ എനിക്ക് മാത്രമല്ല അച്ഛനും തറവാടിനും ഒക്കെ മാനക്കേടല്ലേ, അപമാനമല്ലേ? ഓർത്തു നോക്കൂ. കമോൺ രാജൻ. ഗുഡ് നൈറ്റ് ഡാഡി. കൂടുതൽ വാത്സല്യം കൊടുത്തില്ലേ? ഫലം കണ്ടല്ലോ. നമുക്ക് ഇയാളെ വേഗം ഒന്ന് ഡോക്ടറെ എത്തിക്കാം. ഇയാളെ പിടിക്കൂ. നേരം ഒരുപാടായി, ഉറക്കം വരുന്നില്ലേ? എനിക്ക് മനസ്സമാധാനമില്ല. അതിനി ഒരിക്കലും ഉണ്ടാകാനും പോകുന്നു. അത് നമ്മുടെ വിധി. അഹങ്കാരം, എന്റെ അഹങ്കാരം. സാരമില്ല, ഈശ്വരനെ എല്ലാം നേരെയാക്കും. വരൂ. ഓയ്, ഷൂട്ടിംഗ് നാളെ അറേഞ്ച് ചെയ്യാം. തുളസി ഇതാ വരുന്നു. എന്താ അച്ഛാ? പ്രസാദൻ എങ്ങനെ ഇരിക്കുന്നു? വളരെ കുറവുണ്ട് അച്ഛാ. ഇങ്ങോട്ട് വരാൻ പറയും. മിസ്റ്റർ പ്രസാദ്, ഞാൻ നിങ്ങളോട് ആലോചിക്കാതെ ചില തീരുമാനങ്ങളെല്ലാം എടുത്തു. അല്ല, മറ്റൊന്നുമല്ല, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിത കഥ എന്നെ വളരെയേറെ ആകർഷിച്ചു. അതുകൊണ്ട് ഞാനതൊരു സിനിമയാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ തന്നെ അതിൽ നായകനെ അഭിനയിക്കുകയും വേണം. ഇത് തന്നെ അച്ഛനോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പ്രസാദ് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. സാറിന്റെ ഇഷ്ടം പോലെ. വെൽ ഡൺ മൈ ബോയ്. ഇന്ന് വരെ എന്റെ സെലക്ഷൻ ഒന്നും തെറ്റിയിട്ടില്ല. ഞാൻ ഭാഗ്യവാനാണ്. കാലിൽ കുരുങ്ങുന്ന വയനാടൻ കുന്നിലെ ചെറുമാ
ഗുഡ് നന്നായി. Thank you, sir. Thank you. Thank you. Thank you. I am Preman. I come from Kayangulam. എനിക്ക് അഭിനയിക്കണം. അതെന്റെ ദാഹമാണ് സാർ. സാർ, മലയാള സിനിമയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ പിക്ചറിൽ എനിക്ക് ചാൻസ് തരും സാർ. ഇതിനു മുമ്പ് വല്ല മലയാള നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്? നാടകം സംഘടിപ്പിച്ച എന്റെ സുഹൃത്തിന്റെ ക്യാമ്പിൽ സഹകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സിനിമ? ഇല്ലെന്ന് വിശ്വസിക്കണ്ട. സൂര്യനെക്കാളേറെ, ഇൻസെന്റിനെക്കാളേറെ, മധുവിനെക്കാളേറെ ഭംഗിയായി അഭിനയിക്കും. ന്യൂ വേവ് ചിത്രം എന്ന് പറയുന്ന പോലെ നമുക്ക് ന്യൂ വേവ് ആക്ടിംഗ് ആണ് ആവശ്യം. സാർ എനിക്കൊന്ന് തന്നു നോക്ക്. ഇപ്പോഴൊരു തൽക്കാലം ചാൻസ് ഒന്നുമില്ല. വല്ല വരുമ്പോ അറിയിക്കാം. അഡ്ജസ്റ്റോടെ കൊടുത്ത്. താങ്ക് യു സാർ. സാർ, മലയാള ചലച്ചിത്രവേദിയുടെ മുഖച്ഛായ മാറ്റണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. അത് മുഖച്ഛായ മാറ്റിയിട്ടേ ഞാൻ ഇവിടെ വിട്ടുപോകും. ഞാൻ അറിയിച്ചിട്ട് വന്നാൽ മതി. ഡോണ്ട് ഫോർഗെറ്റ്. പ്രേമാണ്. റൂം നമ്പർ 204, ഹോട്ടൽ ബാംഗ്ലൂർ. ഫോൺ 81188. ബൈ ദ വേ, ഒന്ന് റിങ് ചെയ്താൽ മതി. അത്യാവശ്യമാണെങ്കിൽ എന്നെ അങ്ങോട്ടൊന്ന് കാണും. ഓക്കെ? പ്രേമാണ്. റൂം നമ്പർ 204. സുപ്രസിദ്ധ നടൻ പ്രസാദ് അഭിനയിച്ച തടവുകാരൻ എന്ന ചിത്രത്തിന്റെ 50ാം ദിവസം. ജനത്തിരക്കേറിയ 100ാം ദിവസം. എന്നെ പറ്റി എന്ത് വേണമെങ്കിലും ഡാഡി സംസാരിച്ചോളൂ. പക്ഷേ എന്നോടൊപ്പം വരുന്ന എന്റെ ഫ്രണ്ട്സുകളെ പറ്റി ഒന്നും പറയാൻ ഡാഡിക്ക് അർഹതയില്ല. ആ അധികാരം എനിക്ക് എഴുതി തന്ന അന്നേ തീർന്നില്ലേ? ഇന്നിവിടെ എന്ത് നടക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ആ തെളിവ് ഡാഡി തന്നെ വെച്ചുകൊള്ളു. ഞാനിത് നേരത്തെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ധൃതിയില്ല ഡാഡി. ഒരിക്കൽ കൂടി എന്നെ അടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ ഡാഡി മനസ്സിലാക്കി. നിന്നെ ഇത്രയൊക്കെ ആളാക്കി നിന്റെ അച്ഛൻ നീ അടിക്കുമോടാ? കമോൺ ഡാർലിംഗ്. ഞാനിനി എന്ത് ചെയ്യും? വല്ലാതെ തളർന്നു പോയി. രാജന്റെ പേരൻസിനെ കൊണ്ട് അപമാനിക്കാനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഗെറ്റിയത് കാര്യമാക്കിയോ? എന്റെ ഡാഡി ഒരു വിവരദോഷിയാണ്. അതിന്റെ ശിക്ഷ ഞാനാണ് അനുഭവിക്കേണ്ടത്. സില്ലി മാറ്റർ. എനിക്കത് മറക്കാൻ കഴിയില്ല. എന്റെ മമ്മിയെങ്ങാനും കരഞ്ഞാൽ കമോൺ ലീവ് ഇറ്റ്. ബ്ലഡി ഓൾഡ് മാൻ. എന്നെ പോലൊരു പാവം പെണ്ണിനോട് ഇങ്ങനെ പെരുമാറാൻ അയാൾക്ക് എങ്ങനെ തോന്നി? ഫോർഗെറ്റ് ഇറ്റ്. ക്ഷമിക്കണം ഗെറ്റി. ഞാനെല്ലാം ക്ഷമിക്കാം. പക്ഷേ ഒരു പക്ഷേയുമില്ല. ഞാനൊന്ന് പറഞ്ഞാൽ അനുസരിക്കാവുന്നതാണെങ്കിൽ ഞാൻ അനുസരിക്കാം. നമുക്ക് നമ്മുടെ പ്രസാദിനൊന്ന് പോയി കാണാം. ഈ കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ എതിർത്തിട്ടില്ലേ? അവൻ വിചാരിച്ചാൽ. ഇല്ല തങ്കം, ഞാൻ അവനെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടവനാ. അവൻ എന്തെല്ലാം ദ്രോഹങ്ങൾ ഞാൻ ചെയ്തു. ഇതെല്ലാം മറക്കാൻ അവന് കഴിയും. കഴിയും, തീർച്ചയായും കഴിയും. നമ്മുടെ മകൻ അതൊന്നും മനസ്സിൽ വെച്ചിരിക്കില്ല. അവൻ വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയും. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചിട്ട് എന്താ പുറത്തേക്ക് വരാതിരുന്ന? അത് രാത്രി ഒരുമിച്ചിരിക്കാൻ ഒരു ഭയം. അയ്യോ, എന്നെ കണ്ട് ഭയമോ? ഞാൻ പിടിച്ച് തിന്നുമോ? തിന്നത്തില്ലെങ്കിലും പിടിക്കുമല്ലോ.
രാജകുമാരിയുടെ കാര്യം ഓർമ്മയുണ്ടോ? രാജകുമാരിയെയും കൊണ്ട് വില്ലൻ കറുത്ത കുതിരയുടെ പുറത്തും പിന്നാലെ രാജകുമാരൻ വെളുത്ത കുതിരയുടെ പുറത്തും പായുകയാണ്. അങ്ങനെ പാഞ്ഞ് പിടിച്ചു പിടിച്ചില്ല, പിടിച്ചു പിടിച്ചില്ല, പിടിച്ചു പിടിച്ചില്ല, രാജകുമാരൻ ചാടി ഒറ്റ പിടുത്തം. ഓ, ഇതിനാണോ ഈ കഥ പറഞ്ഞത്? പ്രസാദനെന്ന് പണവും പ്രശസ്തിയും വേണ്ടുവോളമുണ്ട്. നിങ്ങളെ ഞാൻ ഇതുവരെ ഇവിടെ താമസിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ലപോലെ അറിയാം. സാർ, ഇപ്പോൾ പറയാൻ കാരണം? തുളസി എന്റെ ഏക മകളാണ്. അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ വളർത്തുന്നത്. അതിനെതിരായി എന്തുണ്ടായിന്ന് അച്ഛൻ പറയുന്നു? നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിപ്പിച്ചു തരാൻ ഞാൻ ഒരുക്കമാണ്. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹം നടത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഒരിക്കലും ഞാൻ മറക്കില്ല. മറക്കണം, മറന്നേ പറ്റൂ. സ്നേഹിക്കുന്നത് തെറ്റാണോ മമ്മി? തെറ്റ് തന്നെയാണ്. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിനക്ക് ചേർന്നതാണോ ഈ ബന്ധം? അതുകൊണ്ട് ഈ ഭ്രമം നീ ഉപേക്ഷിച്ചേ പറ്റൂ. സാധിക്കുമെന്ന് തോന്നുന്നില്ല. സ്നേഹിക്കാൻ മാത്രമേ എനിക്കറിയൂ. എന്ത്, നിന്നെ നൊന്ത് പ്രസവിച്ച മമ്മി ഉപേക്ഷിച്ചിട്ടാണോടി നീ അവന്റെ പുറകെ പോകുന്നത്? ഉപേക്ഷിക്കാതെ തന്നെ എനിക്ക് രാജനോട് പോയിക്കൂടെ? നിന്നെ അങ്ങനെ ഞാൻ വിടില്ല. ഞാൻ സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ മമ്മിക്ക് ആഗ്രഹമില്ലേ? തർക്കിച്ചതുകൊണ്ട് ഒരു ഫലവും ഇല്ല. ആരെതിർത്താലും ഞാൻ പോകും. ആഹാ, എങ്കിലാവുന്ന കാണട്ടെ. കാണാനൊന്നുമില്ല. മമ്മിയുടെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ ഇറങ്ങിപ്പോകും. അത്രക്കായോടി എടി, നീ വെളിയിൽ ഇറങ്ങിയെങ്കിലല്ലേ പോകൂ. നിന്നെ ഞാൻ മുറിക്കകത്തിട്ട് കൂട്ടാൻ ഞാൻ. നീ എങ്ങനെ രാജനോട് ഇറങ്ങി പോണെന്ന് എനിക്കൊന്ന് കാണണം. കേരളത്തേക്ക് നീ എന്നെ കുറിച്ച് എത്ര വിചാരിച്ചടി? എന്ത് വേണം? എനിക്ക് ഗെറ്റിയെ ഒന്ന് കാണണം. എന്റെ മകളുമായി നിങ്ങൾക്കെന്ത് ബന്ധം? ഒരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ? ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഗെറ്റിയെ കാണാൻ ഇവിടെ വരികയും വേണ്ട. അവൾ നിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്ന് ഗെറ്റി പറഞ്ഞു? ഇപ്പോൾ ഞാനാണ് പറയുന്നത്. നിങ്ങൾക്ക് പോകാം. ഇല്ല, ഞാൻ ഗെറ്റിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല. എന്റെ കയ്യിൽ പണമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് ദൈവമായിരുന്നു. ഈ വീട് പണിയാൻ നിങ്ങൾ എന്നെ ഉപകരണമാക്കി. എന്റെ കയ്യിലെ പണം തീർന്നപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ ഇറങ്ങി പോണം മിസ്റ്റർ. എടീ ഭയങ്കരി, എന്റെ നിലയ്ക്ക് ഉത്തരവാദി നീയല്ലേ? കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല. അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. മിസ്റ്റർ, നിങ്ങളുടെ കൾച്ചർ ഇതാണല്ലേ? ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞത് കണ്ട അലവലാദികളുമായി ഫ്രണ്ട്ഷിപ്പ് വയ്ക്കരുതെന്ന്. അലവലാദിയോ? എന്താ അത്ര സംശയം? മേലാലെ ഗേറ്റ് കടന്നു പോയത്. ഞാൻ കളഞ്ഞ രൂപയല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്? അല്ലെങ്കിലും താമസിക്കാനല്ല ഞാൻ വന്നത്. പിന്നെ എന്തിനാ ഞങ്ങളെ മാന്യതയ്ക്ക് നേരെ? മാന്യത? അതിന്റെ മൂടുപടം മാറ്റാനായി ഞാനൊരു ദിവസം വരും. എന്ത് പ്രയോജനം? ഈ പാമ്പിയുടെ ശല്യം ഒഴിവായി കിട്ടുമല്ലോ. സ്വയബോധം ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ പെരുമാറുമായിരുന്നോ സഹോദര? നീ എന്താ ആ സ്ത്രീയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണിരിക്കുന്നു? എന്റെ പഴയ കൂട്ടുകാരി ബീനെ പോലുണ്ട്. എല്ലാം നിന്റെ തോന്നല പാപ്പ.
എന്ത് വേണം? ഞാൻ മേനോന്റെ മകനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇതിന്റെ അവകാശം ഞാനാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? പിന്നെന്തിൽ നിൽക്കുന്നു? പോണം. എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? ഞങ്ങൾക്ക് പ്രസാദിനെ ഒന്ന് കാണണം. എന്താ കാര്യം? ഞങ്ങൾ പ്രസാദിന്റെ അമ്മയും അച്ഛനുമാണ്. അത് വെറുതെയാ. ഇത് ഞാൻ ദിവസവും കേൾക്കാറുള്ളതാ. ഇനി പുതിയ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവനോട് എന്ന് പറ, അവനെ കാണാൻ അച്ഛനും അമ്മയും വന്നിരിക്കുന്നെന്ന്. അവനൊന്നു അവനോടൊന്നു പ്രാണാസ്പത്രി ഒളിച്ചോടി വന്നിരിക്കുകയാണ്. പിന്നെ എന്റെ സാറിനെ അവനെന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ എന്റെ രക്തം അങ്ങ് തിളയ്ക്കും. ഞാൻ പറഞ്ഞേക്കാം. അച്ഛാ, മോനെ. വാച്ച്മാൻ, ആരോടാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ പറഞ്ഞിട്ടില്ലേ? പോ. വരൂ അച്ഛാ. മോളെ, ഞാൻ പ്രസാദിനെ വളരെയേറെ ഉപദ്രവിച്ചിട്ടുണ്ട്. സാരമില്ല, അതുകൊണ്ട് എനിക്കൊരു നല്ല ഭർത്താവിനെ കിട്ടി. തുളസി, നീ പോയി കാപ്പി ഉണ്ട്. അച്ഛനും അമ്മയും എന്നെ അന്വേഷിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മോനെ, ദൈവവിധി ആരും തടുക്കില്ല. ഒന്നൊന്നായി രാജൻ എല്ലാം വിറ്റ് നശിപ്പിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോഴാണ് ഞാൻ ചെയ്തു പോയ തെറ്റ് ഞാൻ മനസ്സിലാക്കിയത്. സാരമില്ല, എല്ലാം എന്റെ ഓമന മകൻ വിറ്റു. നമ്മുടേതല്ലാതെ മറ്റാരുടെയെങ്കിലും അവനെ വിൽക്കാനൊക്കില്ലല്ലോ അച്ഛ. പാവം, കുട്ടിക്കാലം മുതൽ നമ്മൾ അവനെ അങ്ങനെയാണ് വളർത്തിയത്. വീട് ലേലത്തിൽ വിറ്റുപോയി മോനെ. രാജൻ എവിടെയാണെന്ന് അച്ഛനും അമ്മയും ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. അവൻ എന്റെ അനുജനാണെങ്കിലും ഞാൻ വിളിച്ചാൽ വേണ്ട, വിളിക്കണ്ട. അവന്റെ പേര് പറയുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും അത് സഹിക്കേണ്ടതും ക്ഷമിക്കേണ്ടതും നമ്മളല്ലേ. അതിനു പകരം പ്രതികാരം വളർത്തുകയാണോ വേണ്ടത്? അല്ല തങ്കം, അവനെ മറക്കാനാണ് ഞാനിപ്പോ ശ്രമിക്കുന്നത്. ബന്ധങ്ങളെയും കടപ്പാടുകളെയും നമ്മൾ മാനിച്ചേ പറ്റൂ. അവന് മനസ്സിലാക്കാനുള്ള പ്രായം ആകാത്തോണ്ടല്ല അച്ഛ. അതല്ല, അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോന്നും നോക്കിയാൽ അറിവിന്റെ കൂടുതലുള്ള അഹങ്കാരമാണെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാം മറന്നുകൊണ്ട് അവന് മാപ്പ് കൊടുത്തേ മതിയാകൂ. കാരണം അവൻ നമ്മുടെ മകനാണ്. ആരെന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും പെറ്റ തള്ളയ്ക്ക് അവനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അവനെ ഞാനിവിടെ താമസിപ്പിച്ചോളാം. പ്രസാദ്, ഞാനിപ്പോൾ തികച്ചും പരാജയപ്പെട്ടു. നീ എന്നെ നിന്റെ സ്നേഹം കൊണ്ട് പരാജയപ്പെടുത്തി. ഇല്ല അച്ഛ, അച്ഛനെ പരാജയപ്പെടുത്തി ധരിക്കരുത്. എനിക്കെന്റെ അച്ഛനെയും അമ്മയും തിരിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് കിട്ടി. നോക്കൂ, ഈ നല്ല ദിവസം നമുക്കൊന്ന് ആഘോഷിക്കാം. പാവം അമ്മേ, ആ വരുന്ന സ്ത്രീ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. കുഞ്ഞുങ്ങളെ കണ്ടാൽ വളരെ കൊതിയോടെ എടുക്കും. പാവം, കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. ഒരുപക്ഷേ ഭ്രാന്ത്
അനുമതി തരാനുള്ള കാരണവും കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. ഇവിടെ എങ്ങനെ വന്നുകൂടി? കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്. ബീന എന്നാണ് അവരുടെ പേര്. അമ്മേ, അമ്മയ്ക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം? അതെ, എന്റെ ബീന തന്നെയാണ്. ബീനെ, 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 നിനക്ക് എന്ത് പറ്റി? നീ ആകെ മാറിയല്ലോ. വരൂ. എനിക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതി ഞാൻ എന്തുമാത്രം കരഞ്ഞെന്നോ. നീ എവിടെയായിരുന്നു? പറയൂ ബീനെ, പറയൂ. നിന്റെ തങ്കം നിന്നോടൊന്നിച്ച് ഒരു മുറിയിൽ താമസിച്ച നിന്റെ തങ്കം. നീ ഓർക്കുന്നില്ലേ? ഒന്നിച്ച് കോളേജിൽ പോകാറുണ്ടായിരുന്നു, ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോകാറുണ്ടായിരുന്നു, ഒരുമിച്ച് പിക്നിക്കിന് പോകാറുണ്ടായിരുന്നു. എന്നെ നിനക്ക് ഓർക്കാനേ കഴിയുന്നില്ലേ ബീനെ? ബീനെ, നിന്നോടത്ത് ഒരുമിച്ച് ഒരു കട്ടിലിൽ ഉറങ്ങിയിട്ടുള്ള, നിന്നോടത്ത് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചിട്ടുള്ള നിന്റെ തങ്കത്തിന് നിനക്ക് ഓർക്കാനേ കഴിയുന്നില്ലേ ബീനെ? ബീന, എനിക്ക് മാത്രം അറിയാവുന്നൊരു പരമരഹസ്യം നിനക്കില്ലേ? ഇനി ഞാൻ എന്ത് എങ്ങനെ പറയണം? ഇങ്ങനെ ഒരു വിഷമാവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടിയായിരുന്നു നമ്മൾ സ്നേഹിച്ചത്. ദൈവമേ, എന്തൊരു ശിക്ഷ! ഒരു പക്ഷേ ഇനിയും നമ്മൾ സുഹൃത്തുക്കളാകണ്ടെന്നായിരിക്കും വിധി. അമ്മയ്ക്കൊരു പക്ഷേ തെറ്റുപറ്റിയതായിരിക്കും. എന്റെ ഹൃദയത്തിൽ വ്യക്തമായി പതിഞ്ഞിരുന്ന എന്റെ ബീന ഇത് തന്നെയാണ്, ഇത് തന്നെ. ഇനി ഒരേ ഒരു തെളിവ് കൂടെ ഉണ്ട്. അത് ഇവൾ മറന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇവളുടെ ഓർമ്മ വീണ്ടെടുക്കാനേ കഴിയുകയില്ല. ഒരു സ്വപ്നത്തിൻ പവിഴത്തീപ്പിൽ ഒരു ഗാനത്തിൻ ചിറകിൽ ഒരു സ്വപ്നത്തിൻ പവിഴത്തീപ്പിൽ ഒരു ഗാനത്തിൻ ചിറകിൽ കതിർനാളങ്ങൾ ദാഹമോഹ നാദങ്ങൾ ഒരു സ്വപ്നത്തിൻ പവിഴത്തീപ്പിൽ ഒരു ഗാനത്തിൻ ചിറകിൽ
ഒരുമിച്ചൊരു കട്ടിലിൽ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങി എന്നോട് ഒരക്ഷരം മിണ്ടാതെ നീ ഇറങ്ങിപ്പോയില്ലേ? കണ്ടില്ല തങ്കം, എന്നെ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടിട്ട് നീ നിന്റെ മാർഗം നോക്കിപ്പോയില്ലേ? നീ ഒരിക്കലും വിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെ ഓർത്ത് കരയാത്ത ഒറ്റ ദിവസമെങ്കിലും എന്റെ ജീവിതത്തിലേ ഉണ്ടായിട്ടില്ല. ഒരിക്കലും കാണാൻ പാടില്ലായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ട് കണ്ടുമുട്ടിയപ്പോൾ ദുഃഖിക്കുകയാണോ വേണ്ടത്? അല്ല മോളെ, നിനക്കതൊന്നും മനസ്സിലാവില്ല. ഞങ്ങളൊരു കാലത്ത് രണ്ടുടലും ഒരു ഹൃദയവുമായി ജീവിച്ചവരാണ്. അന്ന് നീ ഗർഭിണിയായിരുന്നു. പറയൂ ബിനി, പറയൂ. ഓർമ്മ തിരിച്ചു കിട്ടിയത് എനിക്കൊരു ശാപമാണ് തങ്കം. ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. മോനെ, കരയാതെ. ഭാവിയായി അമ്മയ്ക്ക് നിന്റെ വിശപ്പടക്കാൻ ഒരു തുള്ളി പാല് പോലും തരാൻ കഴിവില്ലാതെ ആയിപ്പോയല്ലോ. കുറച്ച് പാല് തരൂ. കുറച്ച് പാല് തരൂ, കുഞ്ഞിന് കൊടുക്കാനാ. ആർക്ക് കൊടുക്കാനാണ് ശരി? കയ്യിൽ കാശുണ്ടോ? എന്റെ കയ്യിൽ പൈസ ഇല്ല. വിശന്ന് പൊരിയുന്ന ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടില്ലേ? ദയവ് ചെയ്ത് കുറച്ച് പാല് തരൂ. കുറച്ച് പാല് കൊടുക്കണോ? തനിക്ക് പുണ്യം കിട്ടും. ആഹാ, നിന്റെ ഒന്നും തന്തയുടെ കയ്യിൽ നിന്ന് കാശ് കൊണ്ടുവന്നാടാ ഞാൻ ചായക്കട നടത്തുന്നത്. ഈ ചവത്തിനോട് പറഞ്ഞാലും കേൾക്കത്തില്ല. കണ്ടവന് പിഴച്ചുണ്ടാക്കിയ സന്തതിയും ചുമന്നോട്ട് വരും ചായക്കട തേടി. എന്നിട്ട് പാല്, പഴം അവക്കടെ അമ്മയുടെ പോടി. അയ്യോ എന്റെ കുഞ്ഞെ. നീ മരിക്കും മുമ്പ് നിന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ എന്ന് നോക്ക്. അതൊരമ്മയുടെ കടമയാണ്. ഏതായാലും നിനക്കിതിനെ വളർത്താൻ കഴിയില്ല. കാരണം ജീവിക്കാനുള്ള ത്രാണി നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വായ്വിട്ട് നിലവിളിക്കുന്ന കൈക്കുഞ്ഞിനെയും കൊണ്ട് ആരോരുമില്ലാത്ത ഞാൻ എവിടെ പോവും തങ്കം? എന്റെ കുഞ്ഞ് വിശപ്പ് കൊണ്ട് നിലവിളിക്കുമ്പോഴെല്ലാം എനിക്ക് ലോകത്തോടെ വെറുപ്പ് തോന്നും. ഓരോ ദിവസം കഴിയും തോറും ഞാൻ മരണത്തിനോട് അടുക്കുകയായിരുന്നു. ഞാൻ മരിച്ചു പോയാൽ എന്റെ കുഞ്ഞ് കഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി അതിനെ രക്ഷപ്പെടുത്താനുള്ള ചിന്തയോടുകൂടി ഞാൻ നടന്ന് നടന്ന് തളർന്ന് അവസാനമായി
പോലെ ആ അമ്മ എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു പോകുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങി. ആ കുഞ്ഞിനെ പിന്നീട് എപ്പോഴെങ്കിലും ബീന കണ്ടിട്ടുണ്ടോ? കാണാനായി ആ വീട്ടിൽ പോയിട്ടുണ്ടോ? വിഷമിക്കാതെ എല്ലാം തുറന്നു പറയും. ഒന്ന് കാണാനുള്ള ആർത്തിയുണ്ട്. 1-2 പ്രാവശ്യം ഞാൻ അവിടെ ചെന്നു. കണ്ടില്ലെന്ന് മാത്രമല്ല, അവരവിടെ നിന്ന് താമസം മാറിപ്പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓരോ ദിവസം കഴിയും തോറും എന്റെ കുഞ്ഞിനെ കാണാനുള്ള ദാഹം വർദ്ധിച്ചു. ആത്മദാഹത്തിന്റെ പ്രേരണ കൊണ്ട് ഞാൻ ഓരോ കുഞ്ഞിനെയും മുറുകെ പിടിച്ചു നോക്കി. ഭ്രാന്തി എന്ന് പറഞ്ഞവരെന്നെ ഓട്ടിച്ചു. കാലത്തിന്റെ തറയി വീണ് എന്റെ ഓർമ്മ അങ്ങനെ നശിച്ചുപോയി. നൊന്ത് പ്രസരിച്ച ചോര കുഞ്ഞിനെ ശ്വാസങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചവനാണ് ഞാൻ. കരയാതിരിക്കും പിന്നെ. ഞാൻ എങ്ങനെ കരയാതിരിക്കും? വിലക്കപ്പെട്ട് ശപിക്കപ്പെട്ട ഒരു ജീവിതം മുഴുവൻ നൊന്ത് പ്രസവിച്ച മോനെ ഒരു നോക്ക് കാണാൻ, ഒരു വാക്ക് പറയാൻ ഇനി അന്വേഷിക്കാത്തിടവില്ല. എന്നെങ്കിലും കാണാൻ കഴിയുമെന്ന വിശ്വാസം ഞാൻ ഇതേവരെ ജീവിച്ചു. മരിക്കുന്നതിന് മുമ്പ് എനിക്കതിന് കഴിയുമോ? കഴിയും. ആ മകനാണ് ഈ നിൽക്കുന്ന പ്രസ്ഥാനം. ഞാൻ DFO ആയി ഉദ്യോഗത്തിൽ പ്രവേശിച്ച് അമ്മയുമൊത്ത് മൂന്നാറ്റിൽ താമസിക്കുന്ന കാലത്ത് അപ്രതീക്ഷിതമായി ഒരിക്കൽ പാതിരാ സമയത്ത് ഉമ്മത്ത് നിന്ന് കിട്ടിയ ആ കുഞ്ഞിനെ എന്റെ എതിർപ്പ് പോലും വകവയ്ക്കാതെ എന്റെ അമ്മ എടുത്ത് വളർത്തി. അമ്മ മരിക്കാൻ കാലത്ത് ആ കുഞ്ഞിനെ തങ്കമണി ഏൽപ്പിച്ചിട്ട് അമ്മ മരിച്ചത്. അതെ വീണെ, സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തണമെന്ന് അമ്മ പറഞ്ഞേൽപ്പിച്ചു. മോനെ എന്ന് വിളിക്കാനുള്ള അർഹത എനിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇവരെയാണ് അച്ഛനും അമ്മയെന്ന് വിളിച്ചിരുന്നത്. നിന്നെ പ്രസവിച്ച സ്ത്രീയെ നീ ഒന്നെന്ന് വിളിക്കണം. സ്വബോധമില്ലായിരുന്നിട്ട് കൂടി നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് അവർ അലഞ്ഞു നടന്നിരുന്നത്. കഴിഞ്ഞ നിമിഷം വരെ അലഞ്ഞിരിഞ്ഞ് നടന്ന ഈ സ്ത്രീ എന്നെ പ്രസവിച്ച അമ്മയാണെന്ന് വിശ്വസിക്കാൻ. മോനെ, എന്റെ മകൻ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമായിരുന്നു. അർഹത എനിക്കില്ലെങ്കിൽ അവസാനിക്കാത്ത ആഗ്രഹങ്ങളുമായി അമ്മ മടങ്ങിപ്പോയിക്കൊള്ളാം മോനെ. ഇല്ല പിന്നെ ഇനി നിന്നെ ഞാൻ അങ്ങനെ വിടൂല. ഇല്ല തങ്കം, നീ ഇത് പഴയ വിദ്യാർത്ഥിനിയല്ല. നീ ഒരു ഭാര്യയാണ്, അമ്മയാണ്. അതൊക്കെ ആകും മുമ്പ് വീണയുടെ സുഹൃത്തുമായിരുന്നു. കൂടുതൽ സംസാരിച്ചുണ്ടായില്ല. എല്ലാ അപമാനങ്ങളും കഷ്ടപ്പാടുകളും ഒന്നിച്ചൊറ്റയ്ക്ക് അനുഭവിച്ച ബീന അവസാനം കാത്തിരുന്നു. നിന്നെ കണ്ടുമുട്ടി അവർ തന്ന ആദ്യ മുലപ്പാലിന്റെ അധികാര സ്വരത്തിൽ അമ്മേ എന്ന് വിളിക്കാൻ ത്യാജിക്കുകയായിരുന്നു. വേണ്ട തങ്കം, വേണ്ട. എനിക്കായി നീക്കപ്പെട്ടിരുന്ന നിമിഷങ്ങൾ അവസാനിക്കാറായി തങ്കം, അവസാനിക്കാറായി. അതൊക്കെ നിന്റെ തോന്നലാണ്. എടാ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പരിശുദ്ധയും പവിത്രയുമായ ഈ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ നിനക്ക് നാണക്കേടാണല്ലേടാ? വെറുതെ ആലോചിച്ചൊന്നുണ്ടായില്ല. എന്താ ഒന്നും മിണ്ടാത്ത? ഈ സ്ത്രീ അവിവാഹിതയായിരുന്നു. എന്നിട്ട് ഞാൻ ജനിച്ചു.
തെറ്റായ രീതിയിൽ തന്നെയായിരുന്നു മോനെ. പക്ഷേ അഹങ്കാരം കൊണ്ടോ ഒരു നേരത്തെ വിശപ്പടക്കാനോ ഒന്നുമല്ലായിരുന്നു അങ്ങനെ സംഭവിച്ചത്. 25 വർഷങ്ങൾക്ക് മുമ്പ് അല്ല, വണ്ടി നിന്ന് പോയല്ലോ, എന്ത് പറ്റി? അല്ല ഏട്ടാ, വണ്ടിക്ക് എന്ത് പറ്റി? ഇപ്പൊ പോകുന്ന വല്ല ലക്ഷണമുണ്ടോ? അതാ അപ്പുറത്തെ റെയിൽവേ ട്രാക്ക് ഡാമേജ് ആയിരിക്കുക. അതിന്റെ റിപ്പയർ തീർക്കാതെ വണ്ടി പോവില്ല. ഇപ്പൊ ഊട്ടിയിൽ പോകാൻ കുറെ താമസിക്കുന്ന തോന്നുന്നില്ലേ? 4 മണിക്കൂർ താമസിക്കുമെന്നാ തോന്നുന്നു. ഈ സമയത്ത് ഇവിടെ വണ്ടിയൊന്നും കിട്ടുകയില്ല. വിരോധമില്ലെങ്കിൽ എന്നോടൊപ്പം വരാം. നിങ്ങൾക്ക് പോകേണ്ടടുത്ത് കൊണ്ട് വിടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഞാൻ എൻ്റെ സഹോദരി ഓർത്തുപോയി. അവൾക്കാണ് ഈ കയറി വന്നതെങ്കിൽ വിരോധമില്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിൽ കൊണ്ടുവിടുമോ? ഓ, അയ്യോ, ഇത് കോളേജിലേക്കുള്ള വഴിയല്ലല്ലോ. ഇതിലേ പോകാം. വേണ്ട സാർ, എപ്പോഴും പോകുന്ന വഴി പോയാൽ മതി. ഇത് ഷോർട്ട് കട്ടാണ്. ഇതിലേ പോയാൽ എത്തേണ്ടടുത്ത് വേഗം അങ്ങ് എത്താം. ഐ ഓൾവേസ് ലൈക്ക് ഷോർട്ട് കട്ട്. നിങ്ങൾ എന്നെ ഭയപ്പെടുന്ന പോലെ തോന്നുന്നു. എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയവും ഒപ്പം മജ്ജയും മാംസവുമുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ. വെള്ളിക്ക് വരൂ. വേണ്ട സാർ, ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ അകത്തേക്ക് വരാം. സാർ, സാർ, എന്നെ ഒരു സഹോദരിയെ പോലെ കരുതി
ആക്കിക്കൊണ്ടാക്കാമെന്നല്ലേ സാർ പറഞ്ഞത്? നാട്ടിലുള്ള പെൺകുട്ടികളെയെല്ലാം സഹോദരിമാരെ കാണാനുള്ള മഹാമനസ്കതയൊന്നും എനിക്കില്ല. എന്നെ കരുതിക്കുട്ടി വന്ദിക്കായിരുന്നു. പ്രസംഗിക്കാനൊന്നും സമയമില്ല. പുറത്തേക്ക് വരാം. അയ്യോ വേണ്ട സാർ, എന്നെ നശിപ്പിക്കരുത് സാർ. അയ്യോ എന്നെ വിടും സാർ, വിടേ, ഞാൻ വെള്ളം വയ്ക്കും. വിടൂ. അയ്യോ വേണ്ട സാർ, എന്നെ വിട്ടേക്കും സാർ. അയ്യോ വിടേ. ബാക്കി കാര്യങ്ങൾ പറയാനുള്ള ശക്തി ബീനയ്ക്കും അത് കേൾക്കാനുള്ള സഹനശക്തി എനിക്കോ ഇല്ല. ഞാനല്ലാതെ മാറി ഒരു ദുർബല നിമിഷത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയി. ആ തെറ്റിന് വിധേയരായ പാവം പെൺകുട്ടിയെ ഞാൻ കാട്ടിലേക്ക് വലിക്കുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എന്റെ തെറ്റിനുള്ള ശിക്ഷ എന്നെ തേടി എന്റെ പിന്നാലെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ എന്റെ ബീന ഇത്രയും കാലം കണ്ണീര് കുടിക്കാൻ കാരണം നിങ്ങളാണോ? എന്റെ ഭർത്താവാണോ? അപരിചിതയായ ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ പരിഭ്രമത്തോടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ദുരുദ്ദേശത്തോടെ ആയിരുന്നില്ല ഞാൻ അവളെ നിർബന്ധിച്ച് കാറിൽ വിളിച്ച് കയറ്റിയത്. എന്റെ അമ്മേ, എന്നോട് ക്ഷമിച്ചെന്നൊന്ന് പറയൂ അമ്മേ. ഒരിക്കൽ മാത്രം പറയൂ അമ്മേ. അമ്മേ, 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 എനിക്ക് മാപ്പ് തന്നു എന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ. അമ്മേ, എന്റെ